എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പപ്പായ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്വാദിഷ്ടമായൊരു കറിയുടെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടായതാണ് പപ്പായ. പിന്നെ പപ്പായയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഈ പപ്പായ വെച്ച് നമ്മൾ തോരനൊക്കെ സാധാരണ ഉണ്ടാക്കാറുണ്ട്. ഞാൻ 1-2 റെസിപ്പീസ് വേറെയും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഇത് ഒഴിച്ചുകറിയായിട്ടും എടുക്കാം, സൈഡ് കറിയായിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കറി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ഇവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ലതുപോലെ 3-4 വട്ടം കഴുകി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പില്ലേ, അതെടുത്തിട്ടുണ്ട്. നമ്മുടെ പപ്പായ തൊലി ചെത്തിക്കളഞ്ഞ് നല്ലതുപോലെ കഴുകി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരിപ്പ് കഴുകിയിടാം. നമുക്ക് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുക്കറിൽ തന്നെ വേവിക്കണതാണ് നല്ലത്. കണ്ടില്ലേ, നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ പരിപ്പ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുത്താം. ഈ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തു. ഇനിയും നല്ലതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇതിൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, അരച്ചു കൊണ്ടുവരാം. 2 പച്ചമുളക് കൂടി ഇടുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ. നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്താൽ മതി. ഇവിടെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. പക്ഷേ വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് അരപ്പൊക്കെ ചേർക്കാൻ പോകുന്നത്. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരിവൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടൊന്ന് താളിച്ചിട്ടാൽ മതി. കടുകും കറിവേപ്പിലയും വറ്റൽമുളകുമാണ് കടുവറുത്തിടുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം.
കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുറച്ച് സമയം മതി, എളുപ്പത്തിലുണ്ടാക്കാം. ഇന്നത്തെ എൻ്റെ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. ചോറ്, നെല്ലിക്ക അച്ചാർ, അച്ചിങ്ങ മെഴുക്കുരട്ടി. ഈ അച്ചിങ്ങ മെഴുക്കുരട്ടിയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. വെറുതെ അച്ചിങ്ങ വേവിച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി എടുത്തിരിക്കുന്നതാണ്. പിന്നെ ദേ ഇന്നുണ്ടാക്കിയ പപ്പായ കറി, പിന്നെ മാമ്പഴ പുളിശ്ശേരി. കണ്ടോ, നല്ല ടേസ്റ്റ്. പപ്പായ കൊണ്ടുള്ള കറി കണ്ടല്ലോ, വളരെ എളുപ്പമാണ്. രാവിലെയൊക്കെ ഈ തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ചോറിനെ ഒഴിച്ചു കറിയായിട്ട് കുറച്ച് ഗ്രേവി കൂടുതലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒഴിച്ചു കറിയായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.